ഇസ്രായേൽ ഏറ്റവും പുതിയ ഒരു നീക്കത്തിൽ ജൂതന്മാരെ ഭയപ്പെടുത്തുക ഇല്ലെങ്കിൽ അവരുടെ ഉറക്കം കളയുന്ന ആ ശബ്ദത്തിന് വിരാമമിടുന്നു, നിരോധനം ഏർപ്പെടുത്തുന്നു. ഇറ്റാലിയൻ സുരക്ഷാ മന്ത്രി ഇറ്റാമാർ ബെൻഗുൻ പറയുന്നത് ഈ മസ്ജിദുകളിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നടത്തുന്ന അഭ്യർത്ഥനകളടങ്ങിയ ആ ഒരു സംഭാഷണം, അതായത് മൈക്കിലൂടെയുള്ള ഉച്ചഭാഷണയോടുള്ള ആ ഒരു ശബ്ദം തങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, ജനങ്ങളെ ഭയപ്പെടുത്തുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഒട്ടും പറ്റാതെ വന്നപ്പോഴാണ് തങ്ങൾ ഈ ഉച്ചഭാഷണങ്ങൾ എടുത്തു മാറ്റാനുള്ള ഉത്തരവിട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതിൻ്റെ ശബ്ദം കുറച്ച് മാത്രമേ പ്രവർത്തിപ്പിക്കാവൂ എന്ന് പറഞ്ഞിരുന്നു. അറബ് രാജ്യങ്ങളിലടക്കം ഈ നിയമം ഉള്ളതാണ്. പക്ഷേ ഇതൊന്നും ഇവർ ചെവിക്കൊണ്ടില്ല. അങ്ങനെ വന്നപ്പോഴാണ് തങ്ങൾ ഇത് പൂർണ്ണമായും നിരോധിക്കാനും ഉച്ചഭാഷണം എടുത്തു മാറ്റാനും തീരുമാനിച്ചിരിക്കുന്നതെന്നാണ്. ഇതിനെതിരെ ചില അറബ് രാജ്യങ്ങൾ, UAE എന്നടക്കമുള്ള ചില അറബ് രാജ്യങ്ങളിലെ ചില നേതാക്കൾ ഇത് മുസ്ലിങ്ങളെ ഇല്ലാതാക്കാനുള്ള ഇസ്രായേലിൻ്റെ ശ്രമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരം ഉച്ചഭാഷണങ്ങൾക്കെതിരെ ഇന്ത്യയിലടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിൽ തന്നെ അവ പിടിച്ചെടുക്കുന്നു. ഉത്തർപ്രദേശിലടക്കം വലിയ രീതിയിൽ സൗണ്ട് വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ആ പറഞ്ഞ ഡെസിബലിനേക്കാൾ കൂടുതൽ ഡെസിബലിൽ ഈ ഉച്ചഭാഷണി ഉപയോഗിച്ച ക്ഷേത്രങ്ങളെയും മസ്ജിദുകളുടെയും ഒക്കെ ഉച്ചഭാഷണി പിടിച്ചെടുത്തുകൊണ്ട് പോയി യോഗി ആദിത്യനാഥ് അത് പാവപ്പെട്ട സ്കൂളുകൾക്കും മറ്റും വിതരണം ചെയ്ത ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നതാണ് മുൻപ്. ഏതായാലും ഇസ്രായേൽ അവരെ ഭയപ്പെടുത്തുന്ന, ജൂതനെ ഭയപ്പെടുത്തുന്ന ആ ശബ്ദത്തെ ഇസ്രായേലിൽ നിന്ന് നിരോധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വാർത്തയുടെ ഏറ്റവും വലിയ പ്രാധാന്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.